ഹലോ ഗേയ്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? മുത്തുണികളെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക എത്തുന്നു. അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടോക്കി ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കാലത്തില്ലേ മക്കൾസിന് കുറച്ച് പൂവ് പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ടടുത്ത പറമ്പിൽ നന്നായിട്ട് പൂവുണ്ട് കേട്ടോ. ഈ ഒരു മഞ്ഞപ്പൂവില്ലേ അതുണ്ട് കേട്ടോ, അത് പൊട്ടിക്കാൻ വേണ്ടി വന്നിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തൊരു പറമ്പിൽ നിറയെ ഒരു തെങ്ങുമ്പോൾ കുറേ തത്തകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനെ തപ്പി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. തത്തൻ്റെ പാട്ടിന് പാറിപ്പോയെങ്കിലും ഞങ്ങളെ പൂവൊക്കെ പൊടിച്ചു ഇതാ വരുന്ന വയ്ക്കാണ് കേട്ടോ. എല്ലാ ചേനയും പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ നമുക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ. ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ വരുന്ന വയ്ക്കാതാ നമ്മളെ തൊട്ടടുത്തൊരു മതിലുണ്ട് കേട്ടോ. ആ മതിലും അതാ ഒരു മയിലേ. അപ്പോൾ മഴക്കാറ് വന്നിട്ട് മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടി നിന്നുണ്ടായിരുന്നു. അപ്പോൾ മഴക്കാരൻ്റെ ആ ഒരു കോള് കണ്ടപ്പോൾ തന്നെ ഈ മൂപ്പര് ഒറ്റയ്ക്ക് ഇങ്ങനെ മതിൽമ വന്നിട്ട് തനിയെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കായാലും മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും പക്ഷികൾക്കായാലും അത് തണൽ തന്നെ കേട്ടോ. അത് മഴ പെയ്താൽ അതിൻ്റെ ചുവട്ട് വന്നിരിക്കാനും പിന്നെ വെയിലെറിച്ചാലും ഒന്ന് തണലത്തിരിക്കാനൊക്കെ മരങ്ങൾ ഒരു വരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ കുക്കിങ്ങിൽ രാവിലെ കാലത്ത് എന്താ വെച്ചിട്ടുണ്ടാക്കി ഉപ്പുമാവും പിന്നെ നല്ല കട്ടൻ ചായയും പപ്പടയും കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്കൊന്നൊരു ഓമക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് തേങ്ങ അരച്ചിട്ടൊരു കറി വെക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ തേങ്ങ ഒക്കെ പൊളിച്ച് ചിരകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം സാധാ നമ്മൾ ഈ ഒരു ഓമക്ക അല്ലെങ്കിൽ പപ്പക്ക കമ്പളക്ക അങ്ങനെയൊക്കെ പറയില്ലേ, അതന്നെ അതൊന്ന് കറി വെക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അത് സാധാരണ കറി വെക്കണ പോലെ തന്നെ കറി വെക്കാമെന്ന് കരുതിയിട്ട് ആദ്യം പരിപ്പ് എടുത്തിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഇതാ ഓമക്കല്ലേ അത് നന്നായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് തക്കാളി പച്ചമുളകും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുക, നമ്മൾ അടുപ്പത്ത് വെക്കാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ എനിക്കെന്തോ ഈ ഒരു ഓമക്കയുടെ കറി ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്നും ഇഷ്ടമല്ല, എപ്പോഴെങ്കിലൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പരിപ്പിട്ടിട്ട് ഈ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഉണക്കലോ പിന്നെ ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തട്ടിക്കൂട്ടി ഓരോ ദിവസം അങ്ങനെ കടന്നു പോകില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്, നമ്മളെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തേങ്ങ ചിരകി അരച്ചു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് വല്ല ക്ലിയറൊന്നും ഇല്ലെങ്കിലും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ചില വീഡിയോ ഒന്നും ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം. കാരണം നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നതല്ലേ, ഫോണ് അടുത്ത് വെച്ചിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും. നമ്മൾ പണിത്തിരക്കിലാണല്ലോ ഓരോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. വീഡിയോ എടുത്ത് തരാനോ അല്ലെങ്കിൽ വേറെ ജോലി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു തരാനൊന്നും ആരുമില്ലേ, നമ്മളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ തേങ്ങ ഒക്കെ കൂട്ടിയതിന് ശേഷം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് വറവിടാമെന്ന് കരുതിയിട്ട് കടുകും പിന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഓമക്കായൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കിന്ന് കുറച്ച് കുട്ടികളായിരുന്നു കേട്ടോ, അതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസങ്ങൾ അങ്ങനെ തട്ടിക്കൂട്ടി ഇങ്ങനെ പോവുകയാണല്ലോ. നമ്മളെ സാധാരണക്കാരെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. എന്നും നമുക്ക് മീനും ഇറച്ചും അതും ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിയല്ലല്ലോ. അപ്പോൾ എന്നും മാറ്റങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ കറിയായാലും മീനായാലും എന്നും മാറ്റി പിടിച്ചുകൊണ്ടിരിക്കൂലേ. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കടെ കറിയും പിന്നെ ഈ ഒരു അയില പൊരിച്ചതൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞു. നമ്മളെ കുളിയും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറൊക്കെ തിന്നാൻ പോവുകയാണ്. അപ്പോൾ കറിയൊക്കെ കൂട്ടി ചോറൊക്കെ തിന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ചോറൊക്കെ തിന്ന് നമ്മളെ കിളി കുറേ ഉണ്ടാവും കേട്ടോ. തൊട്ടടുത്ത് പറമ്പിലൊക്കെ വന്നിരിക്കുന്നത് അവർക്ക് കുറേ ചോറൊക്കെ ഇട്ട് കൊടുത്ത് അവരും കഴിക്കും, ഞാനും കഴിക്കും. പിന്നെ നല്ല മഴ മാറുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മഴ പെയ്യുന്നുണ്ട്. അങ്ങനത്തെ ദിവസമാട്ടോ ചില ദിവസങ്ങളിൽ. അപ്പോൾ ചോറൊക്കെ തിന്ന് പിന്നെ അങ്ങാടിയിലൊക്കെ ഒന്ന് പോകണ്ടായിരുന്നു. അങ്ങനെ അങ്ങാടിയിലൊക്കെ പോയി വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.